അതിനെപ്പറ്റി ആലോചിക്കുമ്പോ തന്നെ പേടിയാ. കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്തോ ഞങ്ങൾക്ക് അസുഖമാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആദ്യം മുതൽ പറയണം, ഓക്കെ? ആദ്യം ഈ പാവല മാറ്റങ്ങൾ വളരെ ചെറുതായിരുന്നു. ചിലപ്പോ കൈയും കാലൊക്കെ തിരിഞ്ഞിരിക്കുന്നത് കാണാം. തല മുകളിലിരിക്കുന്നതിന് പകരം താഴോട്ട് തൂങ്ങിക്കിടക്കുന്നത് കാണാം. അങ്ങനെ ഒരു ദിവസം ആ മുറി തന്നെ അലങ്കോലപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു. നിങ്ങളുടെ ഫ്ലാറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി എടുത്തിട്ട് നിങ്ങളെ ആരെങ്കിലും കളിപ്പിക്കാൻ ചെയ്താണെങ്കിലോ? ഞങ്ങൾ ആദ്യം അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്കൊരിക്കലും ആരും അങ്ങോട്ട് കടന്നു വന്നതായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇതുകൊണ്ടാണ് നിങ്ങൾ ആ പാവയ്ക്ക് ബാധയുണ്ടെന്ന് മനസ്സിലാക്കിയത്? അതെ, ക്യാമൽ ഇതിനെപ്പറ്റി ഒരു മന്ത്രവാദിനിയോട് സംസാരിച്ചിരുന്നു. അവരാണ് ഞങ്ങളോട് പറഞ്ഞത് 7 വയസ്സുള്ള അനബെല്ല എന്നൊരു കുട്ടി ഈ ഫ്ളാറ്റിൽ വിളിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾ ഒറ്റയ്ക്കാണ്, അവൾക്ക് ഈ പാവയെ ഇഷ്ടമാണെന്ന് മന്ത്രവാദിനി എന്നോട് പറഞ്ഞു. അവൾക്ക് ഞങ്ങളോട് കൂട്ടുകൂടാൻ ഇഷ്ടമുണ്ടെന്നും പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞങ്ങൾ രണ്ടുപേരും നേഴ്സാ, ഞങ്ങളെല്ലാവരും സഹായിക്കാറേ ഉള്ളൂ. അതുകൊണ്ട് ആ പാവയിലേക്ക് കയറിക്കോളാൻ ഞങ്ങൾ അവളോട് പറഞ്ഞു. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞത്? അവക്ക് ഞങ്ങളോടൊപ്പം ആ പാവയിലൂടെ ജീവിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങളങ്ങ് സമ്മതിച്ചു. പക്ഷെ അതിനുശേഷമാണ് കാര്യങ്ങൾ മോശമായത്. എന്താ ഇത്? ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പം ആ പാവ ഡ്രോയിങ് റൂമിലായിരുന്നു. പക്ഷെ ഞങ്ങൾ അവളെ വേറെ റൂമിൽ വെച്ചിട്ടാ പോയത്. ബേബി, നീ അവിടെ നിൽക്ക്. നീ എവിടെ പോവാ? ഞങ്ങൾ പേടിച്ചതിന് അളവില്ല. എന്താ സംഭവിക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായും കഴിയും. പക്ഷെ ഒരു കാര്യം അറിയണം, അനബെല്ല എന്ന് പറയുന്നത് കഥാപാത്രമാണ്, വെറും സാങ്കല്പിക കഥാപാത്രം. പ്രേതങ്ങൾക്ക് അത്ര വലിയ ശക്തിയൊന്നുമില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു ദുരാത്മാവാണെന്നാ. നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് ഈ പാവയെ അതിനെ പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിനെ മാധ്യമമാക്കിയാണ് ആ ദുരാത്മാവ് നിങ്ങളെ ഇത്രയേറെ ഉപദ്രവിച്ചത് എന്ന് മനസ്സിലാക്കണം. ദുരാത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരൂപത്തിലല്ലാതെയും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദുരാത്മാക്കളെയാണ് അങ്ങനെ പറയുക. അപ്പോഴാ പാവയിൽ ബാധയില്ലെന്നാണോ? നോ, അതൊരു മാധ്യമമായെന്ന് മാത്രം. ബാധയുണ്ടെന്ന് നിങ്ങളെ ബോധിപ്പിക്കുവാനായി. ബാധയൊരിക്കലും വസ്തുക്കളിൽ പ്രവേശിക്കുന്നില്ല, അത് മനുഷ്യരിലെ പ്രവേശിക്കൂ. അതിന്റെ ഉദ്ദേശം നിങ്ങളിൽ പ്രവേശിക്കുകയായിരുന്നു.